ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 ബെഡ്റൂം ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 380 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 5 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ മാത്രമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 100% വളരെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററിന് താഴെയും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററുമാണ് വരുന്നത്. 6 മീറ്ററോളം വീതിയുള്ള പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ വീടിന്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു വലിയ SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു ചെറിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വീട്ടിലെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർവെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ അവൈലബിൾ ആണ്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. സ്റ്റീൽ ബീഡിങ്ങുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഒരു വാളിലായി നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതും ഇവിടെ നമുക്ക് കാണാം. 3 വാളുകളുള്ള 2 വെന്റിലേഷനുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തീർത്ത വളരെ വലിയൊരു TV യൂണിറ്റ് തന്നെ ഇവിടെ നമുക്ക് കാണാനാവുന്നുണ്ട്. ലൂവർ പാനൽസ് ഒക്കെ നൽകി നല്ല ഭംഗിയിൽ തന്നെ TV യൂണിറ്റ് ഫിനിഷ് ചെയ്യാൻ ബിൽഡർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകൾ കൊണ്ടുള്ള മനോഹരമായ സീലിംഗ് വർക്കും ഇവിടെ നൽകിയിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. 6-7 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഡൈനിങ് ടേബിൾ ഇവിടെ നമുക്ക് സുഖമായി ഇടാവുന്നതാണ്. വുഡൻ ഫിനിഷിലുള്ള നല്ലൊരു സീലിംഗ് വർക്കൊക്കെ ഈ വീടിന്റെ ഡൈനിങ് ഏരിയയിലും നൽകിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി നല്ലൊരു പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ വരുന്ന വാളിലായി നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. മോഡേൺ സ്റ്റൈലിലുള്ള വാഷ് ബേസിനും അതിനോട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു പില്ലർ കോക്കുമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയാക്കി തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. നാനോവൈ ടൈൽസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു കൗണ്ടർ ടോപ്പ് കിച്ചണിലേക്കുള്ള എൻട്രൻസിലായി നൽകിയിട്ടുണ്ട്. കൂടാതെ വാം കളറിലുള്ള 3 ഹാങ്ങിങ് ലൈറ്റുകളും ഇവിടെ നമുക്ക് കാണാം. നല്ല സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ വീടിന്റെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ തന്നെയാണ് ഇവിടെ കിച്ചൺ കബോർഡ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് മുതൽ സീലിംഗ് വരെ മുഴുവനായി തന്നെ ഇവിടെ കബോർഡ് വർക്കുകൾ നൽകിയിരിക്കുന്നു. വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. കൂടാതെ ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചന് പുറമേ മുഴുവനായി തന്നെ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത നല്ലൊരു വർക്ക് ഏരിയ സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളിനി കടന്നു വരുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂം വാളിലും നല്ലൊരു വാൾപേപ്പർ ഡിസൈനൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടുകൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിളൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ജാഗ്വാർ അടക്കം വരുന്ന പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്ക് ഇനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. GA ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുന്ന ഭാഗത്തായി നല്ലൊരു ഹാങ്ങിങ് ലൈറ്റൊക്കെ നൽകിയിരിക്കുന്നത് നമുക്കിവിടെ കാണാം. 1ാം നിലയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീട്ടിലെ അപ്പർ ലിവിംഗ് ഏരിയയാണ്. താഴത്തെ നിലയിലേതുപോലെ തന്നെ നല്ലൊരു TV യൂണിറ്റ് തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഒരേ സമയം ഒരു ബാൽക്കണിയും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയുമായി ഉപയോഗിക്കാവുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വുഡൻ ഫിനിഷ് വരുന്ന മാറ്റ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 3 മാളികൾ കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് നമുക്ക് ഈ റൂമിലും കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായൊരു പ്ലെയിൻ സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളവും 12 അടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 5 പാളികൾ അടങ്ങുന്ന നല്ലൊരു വെന്റിലേഷനും ഇവിടെ നമുക്ക് കാണാം. 3 ഡോറുകളുള്ള നല്ലൊരു വാർഡ്രോബ് തന്നെ ഈ റൂമിലും നൽകിയിട്ടുണ്ട്. എല്ലാ റൂമുകളിലും 3 പാളികളുള്ള വലിയ വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. നല്ലൊരു ടൈൽ കോമ്പിനേഷൻ തന്നെയാണ് ഈ വീടിന്റെ എല്ലാ ബാത്റൂമുകളിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി നമുക്ക് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 16 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് ടോപ്പിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്താണ് ഹാൻഡ് റെയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 3,800 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയ വീടുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.